പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2023 പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് 2023 കറണ്ട് അഫയേഴ്സ് മുഴുവനായും പഠിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ട് നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിക്കും. ഓക്കെ അല്ലേ? നമുക്ക് പഠിച്ചൂടെ? അപ്പം ലോകമാണ് ഈ വീഡിയോയിൽ നമ്മൾ 2023 ലോകത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കാം. ഓക്കെ അല്ലേ? അപ്പം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? അത് 2023 എന്താണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. നെക്സ്റ്റ് ആണ് 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ഡർബൻ, ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ ആണ് 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ് ആണ് 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ്? അത് ജപ്പാനാണ്. 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ്റെയാണ്. നെക്സ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ഏത്? അത് ലണ്ടനാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടനും രണ്ടാമത്തേത് ബംഗളൂരുമാണ്. ഓക്കെ അല്ലേ? അപ്പം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ, രണ്ടാമത്തേത് ബംഗളൂരു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടം നേടിയത് ഏതാണ്? അത് സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോളിസ് സെമിത്തേരിയാണ്. എവിടെയാണ്? സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോളിസ് സെമിത്തേരിയാണ്. പി എസ് സി ചോദിക്കാം. പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങൾ പി എസ് സി പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾ ഇനി ഇത് പി എസ് സി ചോദിക്കോ എന്നൊരു ഡൗട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അധികവും നമ്മുടെ പി എസ് സി പരീക്ഷയിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് പി എസ് സി ബുള്ളറ്റിൻ നിർബന്ധമായും നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ, രണ്ടാമത് ബംഗളൂരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോളിസ് സെമിത്തേരിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസ്, അതായത് 2024 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? അത് തായ്വാനാണ്. എവിടെയാണ്? തായ്വാനാണ്. അപ്പം 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസ് വേദി 2024 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി തായ്വാനാണ്. നെക്സ്റ്റ് ആണ് ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? അത് ക്രിസ് ഹിപ്കിൻസ് ആണ്. ആരാണ്? ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ക്രിസ് ഹിപ്കിൻസ് ആണ്. ഓക്കെ അല്ലേ? ഹിപ്കിൻസ് ആണ്. ഇനി വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് സൽമാൻ റുഷ്ദിയാണ്. വിക്ടറി സിറ്റി എന്ന പുസ്തകം രചിച്ചതാരാണ്? അത് സൽമാൻ റുഷ്ദി. അപ്പം ഒന്നുകൂടി വായിക്കാം. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസ്, അതായത് 2024 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി തായ്വാനും ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസും വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ദിയുമാണ്. നെക്സ്റ്റ് ആണ് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണ്? അത് സുൽത്താൻ അൽ നയാദിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരെന്താണ്? അത് സ്പെയർ ആണ്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരെന്താണ്? അത് സ്പെയർ ആണ്. അപ്പം അതിനിടയിൽ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിർബന്ധമായി ഇപ്പോൾ തന്നെ എന്താണ് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ PDF നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പം ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയർ. നെക്സ്റ്റ് ആണ്, ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരാണ് ഹെക്കാഷെപ്സ് എന്ന് പറയുന്നത്. ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരെന്താണ്? ഹെക്കാഷെപ്സ് എന്നാണ്. ഹെക്കാഷെപ്സ്. നെക്സ്റ്റ് ആണ്, ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ്? അത് സിംഗപ്പൂരാണ്. എവിടെയാണ്? സിംഗപ്പൂരാണ്. ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ്? അത് സിംഗപ്പൂരാണ്. അപ്പം ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഹെക്കാഷെപ്സും ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് സിംഗപ്പൂരുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ്, H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അത് ചൈനയാണ്. നെക്സ്റ്റ് ആണ്, ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അപ്പം ഏത് കമ്പനി എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഷ്യൻ ഗേറ്റ് കമ്പനിയാണ്. പേടകത്തിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓഷ്യൻ ഗേറ്റ് കമ്പനി, പേടകത്തിൻ്റെ പേര് ടൈറ്റൻ. അപ്പം ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ഏതാണ്? അത് ടൈറ്റൻ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ്, ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റാണ് ടെറാൻ 1 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ്, 101% എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റാണ് ടെറാൻ 1. അപ്പം ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ഏതാണ്? അത് ടെറാൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ഏതാണ്? അത് ചാഡാണ്. ഏതാണ്? ചാഡ്. അപ്പം സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ഏതാണ്? അത് ചാഡ്. അങ്ങനെയാണെങ്കിൽ വായു മലിനീകരണ നിരക്ക് കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 8 ആണ്. ചോദിക്കാം, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കാം. അപ്പം സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ചാടും, ഇന്ത്യയുടെ സ്ഥാനം 8ഉമാണ്. നെക്സ്റ്റ് ആണ്, സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ഏതാണ്? അത് ലാഹോറാണ്. എവിടെയാണ്? ലാഹോറാണ്. 3ാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഭിവാഡിയാണ്. ഭിവാഡി. അപ്പം നേരത്തെ എന്താ ചോദിച്ചത്? രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ചാടും, ഇന്ത്യയുടെ സ്ഥാനം 8ഉമാണ്. സുസ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ഏതാണ്? അത് ലാഹോറാണ്. 3ാം സ്ഥാനം രാജസ്ഥാനിലെ ഭിവാഡിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ്, ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ സിനിമ ഏതാണ്? ദ ചലഞ്ച് എന്നാണ്. അപ്പം ബഹിരാകാശത്തെ ഒരു സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ചലഞ്ചാണല്ലേ. അപ്പം അതന്നെയാണ് ആ പേര്, ആ ചലഞ്ചാണ് ആ സിനിമയ്ക്ക് കൊടുത്ത പേരും. അപ്പം ബഹിരാകാശത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലിങ്ക് കൊടുത്തതാണ്. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ സിനിമ ഏതാണ്? ദ ചലഞ്ച് എന്നാണ്. നെക്സ്റ്റ് ആണ്, നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം ഏതാണ്? അത് ഫിൻലാൻഡാണ്. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം ഏതാണ്? അത് ഫിൻലാൻഡ്
ഗ്രീൻലാൻഡാണ്. നെക്സ്റ്റ് ആണ് ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേര് ഏതാണ്? അത് ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ്. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേര് എന്താണ്? അത് ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിന്റെ പേര് ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആമസോൺ വിമാനത്തിൽ, അപ്പം ഓപ്പറേഷൻ ഹോപ്പ് എന്താണ്? ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ഹോപ്പ് എന്നും. അങ്ങനെ ആ ആമസോൺ വനത്തിൽ തകർന്നു വീണ വിമാനത്തിന്റെ പേരെന്ന് ചോദിച്ചാൽ പറയണം അത് സെയ്സ 206 വിമാനം. എന്താണ്? സെയ്സ 206, അതാണ് എൻ്റെ പേര്, സെയ്സ 206. അപ്പം ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിൻ്റെ പേര് സെസ്ന 206. തെറ്റിപ്പോയി, ഒന്ന് നോക്കണേ. ആമസോൺ വിമാനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിൻ്റെ പേരെന്താണ്? അത് സെസ്ന 206 വിമാനമാണ്. ഓക്കെ അല്ലേ? ഇനി ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യത്തെ സിവിലിയൻ ആരാണ്? അത് ഗുയി ഹെയ്ചാവോ എന്നാണ്. ഹെയ്ചാവോ. അപ്പോൾ ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യത്തെ സിവിലിയനാണ് ഗുയി ഹെയ്ചാവോ. നെക്സ്റ്റ് ആണ് 2025 കാലാവസ്ഥാ ഉച്ചകോടി അല്ലെങ്കിൽ COP30. ഒന്ന് ചോദിക്കും 2025 കാലാവസ്ഥാ ഉച്ചകോടി, അല്ലെങ്കിൽ ചോദിക്കും COP30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? അത് ബ്രസീലാണ്. ബ്രസീൽ എവിടെയാണ്? ബെലേം ഡു പാര എന്ന സ്ഥലത്താണ്. അപ്പം 2025 കാലാവസ്ഥാ ഉച്ചകോടി അല്ലെങ്കിൽ COP30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. ബ്രസീലിലെ ബെലേം ഡു പാര എന്ന സ്ഥലത്ത്. നെക്സ്റ്റ് ആണ് 2023 പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നാണ്. 2023 പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്നാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. അപ്പം ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യത്തെ സിവിലിയൻ ആരാണ്? അത് ഗുയി ഹെയ്ചാവോവും 2025 കാലാവസ്ഥാ ഉച്ചകോടിയായ COP30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലും. ബ്രസീലിലെ ഏത് സ്ഥലം? അത് ബെലേം ഡു പാര എന്ന സ്ഥലത്താണ്. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല ക്വസ്റ്റ്യൻ ഏതാണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. ഒരു PSC പരീക്ഷയ്ക്ക് എഴുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്, അതേ തരത്തിലുള്ള ചോദ്യങ്ങളാണ് PSC ബുള്ളറ്റിനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പം പഠിക്കുക, പരമാവധി പഠിക്കുക. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് വീണ്ടും എന്താണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഓക്കെ അല്ലേ? ഇനി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിയ ഏത് കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസിൽ നിന്നും കണ്ടെത്തിയത്? അത് മൊണ്ടേവീഡിയോ മാറു എന്ന യുദ്ധക്കപ്പലാണ്. അപ്പം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിയ ഏതു കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസിൽ നിന്നും കണ്ടെത്തിയത്? മൊണ്ടേവീഡിയോ മാറു എന്നാണ്. മൊണ്ടേവീഡിയോ മാറു. ഓക്കെ അല്ലേ? ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് UAE ആണ്. എന്താണ്? UAE. ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? UAE ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് UAE ആണ്. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം എന്ന് ചോദിച്ചാൽ പറയണം അത് പോർച്ചുഗലാണ്. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? അത് പോർച്ചുഗലും. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? അത് ഐസ്ലാൻഡ് ആണ്. ഏതാണ്? ഐസ്ലാൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി UAEയും 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗലും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലാൻഡുമാണ്.
നെക്സ്റ്റ് ആണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127 ആണ്. അപ്പം വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലാൻഡും ഇന്ത്യയുടെ സ്ഥാനം 127മാണ്. നെക്സ്റ്റ് ആണ് ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമെടുത്ത രാജാവ് ാണ് അത് ചാൾസ് മൂന്നാമനാണ്. ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവാണ് ചാൾസ് മൂന്നാമൻ. ആരാണ്? ചാൾസ് മൂന്നാമൻ. ഇനി 2023 എന്താണ് ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അത് ചൈനയാണ്. 2023 ബ്യൂബോണിക് പ്ലേഗ് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. നെക്സ്റ്റ് ആണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസിയാണ് യുനെസ്കോ. എന്താണ്? സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസിയാണ് യുനെസ്കോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമെടുത്ത രാജാവ് ചാൾസ് മൂന്നാമനും 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയും സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസി യുനെസ്കോവുമാണെങ്കിൽ അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിലെ പ്രദേശമാണ് മൗയി ദ്വീപ്. എന്നാണ് മൗയി ദ്വീപ്. എന്താണ്? അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിലെ പ്രദേശമാണ് ഏത്? മൗയി ദ്വീപ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് 2023 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗത്തിന്റെ പേര് എന്നാണ്? അത് സെർബറസ് ആണ്. എന്താണ്? 2023 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ്. ഇമ്പോർട്ടന്റ്. 2023 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് അത് ഡോറ. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറയാണ്. എങ്കിൽ 2023 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ്. നെക്സ്റ്റ് ആണ് 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? അത് ഹിരോഷിമ, ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചാണ്. 2023 49ാമത് G7 ഉച്ചകോടി കഴിഞ്ഞ CPO പരീക്ഷയ്ക്ക് ചോദ്യമാണ്. 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഹിരോഷിമ, ജപ്പാൻ. നെക്സ്റ്റ് ആണ് 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് ഐവറി കോസ്റ്റ് ആണ്. നെക്സ്റ്റ് ആണ് എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് EIU തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാണ്? അത് ഡമാസ്കസ് ആണ്. അപ്പം എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്തെ ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഡമാസ്കസ് ആണ്. അപ്പോൾ 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ജപ്പാനിലെ ഹിരോഷിമ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഡമാസ്കസ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ദർബൻ, ദക്ഷിണാഫ്രിക്ക. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ദർബൻ, ദക്ഷിണാഫ്രിക്ക. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് UAE ആണ്. അപ്പം എന്താണ്? എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഡമാസ്കസ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള PSC ബുള്ളറ്റിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും മറ്റു വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സി യു.